ഈ ഒരു ഷോർട്ട് വീഡിയോയുടെ ക്യാപ്ഷൻ കാണുമ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് മരമാണാവും നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരാമെന്ന്. അത് ഇന്ന മരുന്നില്ല, ഏത് മരത്തിൽ നിന്നും അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും, അതെങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ഞാനീ പറയാൻ പോകുന്നത്. അതായത് അയൽവക്കത്തുകാരുടെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ കമ്പുകളൊക്കെ നമ്മുടെ മുറ്റത്തേക്ക് ആ ചാഞ്ഞ് നിൽക്കണേന്ന് വെക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കുറേയേറെ ഇലകളും കായകളൊക്കെ നമ്മുടെ കോമ്പൗണ്ടിലേക്കായിരിക്കും വീഴുണ്ടാവുക. അതൊക്കെ എന്നും വൃത്തിയാക്കാനുള്ള ആരോഗ്യസ്ഥിതിയും കൂടെ നമുക്കില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ എന്നും നേരം വെളുത്ത് കഴിയുമ്പോൾ അവരെ പ്രാവ്യം വരച്ചിട്ടായിരിക്കും അതൊക്കെ വൃത്തിയാക്കുണ്ടാവുക. ഈ ഇലവീഴിൽ മാത്രമല്ല, മരങ്ങൾ കൊണ്ട് വേറെയും കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. വലിയൊരു കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മരങ്ങൾ അങ്ങനെ തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പുകളൊക്കെ ഒടിഞ്ഞ് മറ്റൊരാളുടെ പറമ്പിലേക്ക് വീഴുന്ന അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കഴിയുന്നവരുടെ നെഞ്ചിൽ എപ്പോഴും ഒരു കാളലായിരിക്കും. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് എന്തും സംഭവിക്കാം. പൊതുവേ കുറേ ആളുകളെങ്കിലും ഫേസ് ചെയ്യുന്ന 1-2 കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതുകൂടാണ്ട് ഇപ്പം മരങ്ങളുടെ വേരൊക്കെ വളർന്ന് മതിലുകൾ പൊളിഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ടാവും. നമ്മുടെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വലിയ മരത്തിൻ്റെ ഷെയ്ഡ് കാരണം അപ്പുറത്തുകാർക്ക് ശരിയായിട്ട് സൂര്യപ്രകാശം കിട്ടാണ്ട് അതുമൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒട്ടും ബോധേടല്ല. ഈ മരങ്ങൾ മാത്രമല്ല കേട്ടോ, ചില വളർത്തുമൃഗങ്ങൾ കാരണവും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവും. മുമ്പൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലാതിരുന്നൊരു കാലവും നമുക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. എല്ലാവർക്കും കുറേശ്ശെ സ്ഥലമേ ഉള്ളൂ. വീടുകളൊക്കെ അടുത്തടുത്തായി. അവസ്ഥകൾ മാറിയപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടൊക്കെ ഒന്ന് മാറി ചിന്തിക്കണ്ടേ. ഒരു വിളവ് തരുന്ന മരമല്ലേ, അതെങ്ങനെയാണ് വെട്ടിക്കളയാന്നായിരിക്കും മിക്കവരും ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ അയൽവക്കങ്ങളിലുള്ളവർ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അതിനെക്കുറിച്ചിട്ട് ആവലാതിയും വേവലാതിയൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് ചിന്ത ഓരോ ദിവസം അവരുടെ മനസ്സിലൂടെ കടന്നു പോകും. അത് പയ്യെ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് നമ്മുടെ കോമ്പൗണ്ടിൽ എപ്പോഴും നമ്മളൊരു മരത്തായി നടുമ്പോൾ സൂക്ഷിച്ചും കണ്ടു നടുക. നമ്മുടെ മരത്തിൻ്റെ കമ്പുകൾ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എത്രയും വേഗം തന്നെ മുറിച്ച് കളയാം. ചെറിയ കാര്യങ്ങളായാലും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമുക്ക് വേണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കാര്യം നിസ്സാരമായിരിക്കും, പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗുരുതരമായിരിക്കും. ചില കാര്യങ്ങളെങ്കിലും നമ്മളൊന്ന് കണ്ടറിഞ്ഞ് ചെയ്താലേ മറ്റുള്ളവർക്കും നമുക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ദോഷങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നമ്മുടെ മരങ്ങൾ നമ്മുടെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമ്മുടെ മരച്ചിലുകൾ അയൽവക്കത്തേക്ക് എത്തി നോക്കണ്ടെങ്കിൽ അത് അവർക്ക് ശല്യമാകുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മളും ഹാപ്പി, അവരും ഹാപ്പി.